ഹലോ, എല്ലാവർക്കും സിദ്ധി കംപ്ലീറ്റ് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ബ്യൂട്ടി ടിപ്സ് തന്നെയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലൊക്കെ ഉണ്ടാകുന്ന ഇതിൽ സ്കിൻ തൂങ്ങുക, പിന്നെ എന്താ പറയുക, നിറച്ച് വരകളും ഒക്കെ ഉണ്ടാവില്ലേ, ലാഫിംഗ് ലൈനും, അതെല്ലാം മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല അടിപൊളി ടിപ്സാണ്. പിന്നെ അത് കൂടാണ്ട് സ്കിൻ ബ്രൈറ്റ് ആവുകയും ചെയ്യും ഇത് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ സാധാരണ ടിപ്സ് നമ്മൾ എങ്ങനെയാണ്, സ്കിൻ വെറുതെ നമുക്ക് ഗ്ലോ ആവാൻ വേണ്ടി മാത്രമുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ സ്കിൻ ഇങ്ങനെ തൂങ്ങിയൊക്കെ പോകാണ്ടിരിക്കാനുള്ള ഒരു നല്ല ഒരു ടിപ്സാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഒത്തിരി സാധനങ്ങൾ നമ്മൾ കാശ് കൊടുത്ത് പുറത്തുനിന്നൊക്കെയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ചർമ്മം നല്ല അടിപൊളിയാക്കി എടുക്കാം. അപ്പം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കുറച്ചൊന്ന് നമ്മൾ എന്താ പറയുക, മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. ആഴ്ചയിൽ 2 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സ്കിന്നാവും. നിങ്ങളുടെ നല്ല അടിപൊളി സ്കിന്നാവും. ഒരു ആൻറ്റി ഏജിങ് ക്രീമും കൂടിയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണണം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എല്ലാവരും തന്നെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ പാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അത് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ എടുക്കുന്ന സാധനം തന്നെ നമ്മുടെ അരിപ്പൊടി. ഇപ്പോൾ സ്കിൻ വൈറ്റനിങ് ഒക്കെ ഏറ്റവും നല്ലത് നമ്മുടെ അരിപ്പൊടിയാണ്. അപ്പോൾ ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കോൺഫ്ലവറാണ്. കോൺഫ്ലവറിൻ്റെ പൊടി അതുപോലെ തന്നെ എടുക്കുക, 1 സ്പൂൺ. എന്നിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യണ പാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്കിൻ നല്ല ടൈറ്റ് ആവണം, നല്ലതായിട്ട് നിറം കിട്ടും. പിന്നെ നമ്മുടെ സ്കിന്നിലെ വരകളൊക്കെ ഇല്ലേ, അത് ഒക്കെ മാറും. അതിന് വേണ്ടിയിട്ടുള്ള ഒരിതാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്കതിലോട്ട് കുറച്ച് തേൻ. അപ്പോൾ ഈ പറയണ ഒരു കാര്യങ്ങളും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇതെല്ലാം നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ളതാണ്. പിന്നെ നമുക്ക് ഇതിലോട്ട് ചേർക്കുന്നത് ചെറുനാരങ്ങയുടെ നീരാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ചെറുനാരങ്ങ നീര് നമുക്ക് ഡയറക്റ്റ് ഇടുമ്പോൾ മാത്രമേ ഉള്ളൂ ദോഷമുള്ളൂ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഈ പാക്കിൻ്റെ കൂടെ ഇടുമ്പോൾ നമുക്ക് ഒരു കുഴപ്പവും ഇല്ല. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു എഗ്ഗാണ്. ഈ എഗ്ഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളാണ് നമ്മൾ ഇടുന്നത് ഇതിൽ, അല്ലാണ്ട് വൈറ്റ് മാത്രമല്ല, ഒരു എഗ്ഗ് അങ്ങനെ തന്നെയാണ് നമ്മൾ ഇടുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കിന്നിന് ഇപ്പോൾ കുറച്ച് സ്മെല്ലൊക്കെ ഉണ്ടാവും നമുക്ക് ഇതിടുമ്പോൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു എഗ്ഗ് ഫുള്ളായിട്ട് എടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് സ്മെല്ലടിക്കും. പക്ഷേ നമ്മൾ അത്രയും സ്കിന്നിന് നല്ലതാണ്. നമ്മുടെ സ്കിന്നിൻ്റെ വരകളൊക്കെ പെട്ടെന്ന് മാറും. ഇവിടെ കോൺഫ്ലവറും അരിപ്പൊടിയും തേനും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവണ്ടേ. നന്നായിട്ട് ഇത് കാരണം എപ്പോഴും നമ്മളൊരു പാക്കായിട്ടാണ് അല്ലേ ഇടാറ്. ഇത് നമ്മുടെ സ്കിന്നിൻ്റെ വരകളും എല്ലാം മാറും. മറ്റേ നമ്മൾ സ്കിൻ വൈറ്റനിങ് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ ഒരു പാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ 2-3 വരെ ഉപയോഗമുണ്ട്. സ്കിന്നിൻ്റെ വരകളും കറുത്ത പാടുകളും എല്ലാം പോകും. പിന്നെ നമ്മൾ വരകളും ചുവപ്പുകളൊക്കെ പോകത്തില്ലേ, അതിനൊക്കെ ഏറ്റവും നല്ലൊരിതാണിത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ പുരട്ടാനായിട്ട്. അടിയിൽ ഇങ്ങനെ ഇത് കട്ട കെട്ടിയിരിക്കും കോൺഫ്ലവറൊക്കെ ആകുമ്പോഴേ.
അപ്പോൾ അതുകൊണ്ട് നല്ലതേ ഈ ഒരു ഇതിൽ വേണം ആക്കിയെടുക്കാം കൺസിസ്റ്റൻസിയിൽ. ഇനി നമുക്ക് ഇതിലോട്ടൊരു സാധനം കൂടി ചേർക്കണം. രണ്ട് തുള്ളി ബദാം ഓയിലാണേ. രണ്ട് തുള്ളി മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ബദാം ഓയിൽ ഇടുന്നതുകൊണ്ട് നമുക്ക് മണവും കുറച്ച് ഒരു പരിധി വരും ആ മണം ഒന്ന് കുറയും. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം എങ്ങനെയാണെന്നേ. അപ്പോൾ നമ്മൾ പാക്കൊക്കെ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്കൊരു കാര്യം ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യണം. അത് നമ്മൾ കുറച്ച് അലോവേര ഇട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അലോവേര ഇട്ട് ആദ്യം ഒന്ന് ഒരു മിനിറ്റിന് വെച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് മുഖത്തൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ സാധാരണ നമ്മൾ ഒന്നില്ലെങ്കിൽ പാലിലല്ലേ ചെയ്യുന്നത്, റോ മിൽക്കിലൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇത്തിരി അലോവേര ജെല്ലാണ് എടുത്ത് പരട്ടേക്കണം. ഇനിയിപ്പോൾ അലോവേര ജെല്ല് വീട്ടിൽ റെഡിമെയ്ഡ്, ഞാനിപ്പോൾ അതേ റെഡിമെയ്ഡാണ് എടുത്തേക്കുന്നത്. അപ്പം റെഡിമെയ്ഡ് ഇനിയിപ്പോൾ ഇല്ലെന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട, നമ്മുടെ വീട്ടിലെ സാധാരണ അലോവേര എടുത്ത് പരട്ടിയാലും മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു തുണി കൊണ്ട്, ഒരു കോട്ടൺ കൊണ്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുക. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. മുഖം ഞാനത് വാഷ് ചെയ്തിട്ട് വരട്ടെ. അപ്പം ഞാൻ മുഖം വാഷ് ചെയ്ത് തരുന്നുണ്ട്. നന്നായിട്ട് തുടച്ചിട്ട് നമ്മുടെ ഈ ക്രീം ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ഈ ബദാം ഓയിൽ ഇടുന്നതുകൊണ്ട് തന്നെ നമുക്ക് അധികം മുട്ടക്ക് മണം ഇല്ല കേട്ടോ. അല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കുമല്ലോ, അയ്യോ ഈ മുട്ട പുള്ള് വരട്ടുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ നമ്മുടെ ഈ ബദാം ഓയിൽ ഇടുമ്പോൾ നമുക്ക് സ്കിന്നിന് അങ്ങനെ ഒരു എന്താ പറയുക, ഈ മുട്ടയുടെ മണം ഒന്നും നമുക്കങ്ങനെ വരുന്നില്ല. സുഖമായിട്ട് നമുക്ക് പരട്ടി കൊടുക്കാം കേട്ടോ. അതുകൊണ്ട് മുട്ടക്ക് ഇത് മണമുണ്ടെന്ന് പറഞ്ഞാൽ ആരും പരട്ടാണ്ടിരിക്കേണ്ട. ഇത് ഇടുമ്പോൾ പിന്നെ നമുക്ക് ഈ ബദാം ഓയിൽ നമുക്ക് വെറുതെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ചെറുനാരങ്ങ നീരും ഇത് രണ്ടും നമുക്ക് എന്തിൻ്റെയും കൂടി മിക്സിൻ്റെ കൂടെ നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. ഇത് ഡയറക്റ്റ് ഇട്ടാൽ സ്കിന്നിന് കേടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ എന്തെങ്കിലും മിക്സിലാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പം ധൈര്യമായിട്ട് എല്ലാവർക്കും പരട്ടാം. നമ്മൾ ഈ എഗ്ഗ് കൊണ്ട് മുഖത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിന് അത്ര നല്ലതാണ്. ചുളിവൊക്കെ ഇവിടെ പെട്ടെന്ന് മാറും. ആൻറ്റി ഏജിങ്ങിന് പറ്റിയ ഒരിതാണ്. അപ്പോൾ ഏറ്റവും നല്ല ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് കൊണ്ട് ചെയ്യണം കേട്ടോ നല്ലത്. എൻ്റെ അടുത്ത് ബ്രഷൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യുന്നത്.
ആദ്യം ഒരു ലെയർ ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു ലെയറും കൂടി ഇട്ടുക, ഒരു 20 മിനിറ്റ്. അപ്പം ഞാൻ വെറുതെ മുട്ട മാത്രം ഇട്ട് അടിച്ചപ്പം ഭയങ്കര സ്മെല്ലാണ് നമുക്ക്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞു 2 ഉള്ളി ബദാം പോലും കൂടി ഇട്ടാൽ നമുക്ക് മുട്ടയാണ് പുരട്ടണമെന്നും കൂടിയുള്ള ആ ഒരു ഇതുണ്ടാകത്തില്ല. അപ്പോൾ ഇത് ആഴ്ചയിൽ നമുക്ക് 2 പ്രാവശ്യം ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ നമ്മളിപ്പോൾ ആൻറ്റി ഏജിങ് ക്രീമൊക്കെ അല്ലേ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നത്, നൈറ്റ് ക്രീമായിട്ടൊക്കെ ഇടാനായിട്ട്. അപ്പം ഒരു ക്രീമും നമ്മൾ മേടിക്കേണ്ട കാര്യമില്ല. വീട്ടിലുള്ള ഈ കുറച്ച് സാധനങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ സ്കിൻ നല്ല അടിപൊളിയായിട്ട് നോക്കാം. അപ്പോൾ ഈ ആൻറ്റി ഏജിങ്ങിൻ്റെ ക്രീമൊക്കെ അല്ലേ നമ്മൾ ഈ പുറത്തുനിന്ന് കാശ് കൊടുത്തൊക്കെ മേടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ മുഖം നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകാം. അപ്പോൾ സ്കിൻ ടൈറ്റ് ആകാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് കേട്ടോ നമ്മുടെ മുട്ട. അപ്പോൾ ഒരു സാധനവും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുതിട്ട് ഇതില്ല. അത് സ്കിപ്പ് ചെയ്യുക, ഇത് സ്കിപ്പ് ചെയ്യുക ഒന്നും ചെയ്ത് എല്ലാം നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഒരു കാരണവശാലും ഒന്നും സ്കിപ്പ് ചെയ്യരുത്. എല്ലാം നല്ല അടിപൊളി സ്കിന്നിന് വേണ്ട സാധനങ്ങളാണെല്ലാം. പിന്നെ ഇങ്ങനെ താഴോട്ട് തേക്കരുതട്ടെ. ഞാനിപ്പോൾ താഴോട്ടാണ് അങ്ങനെ തേക്കരുത്. നമ്മൾ ഏത് ക്രീമാണെങ്കിലും ഞാൻ ഇടാനുള്ള എളുപ്പത്തിൽ അങ്ങോട്ടും അങ്ങനെ വെച്ച് തേച്ചത്. എപ്പോഴും ഏത് ക്രീം ഇടുമ്പോഴും നമ്മൾ മേളിലോട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് ആയിട്ട് കാണാം കേട്ടോ. അപ്പം ഞാൻ ഈ പാക്കറ്റ് കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വലിഞ്ഞിരിക്കണോണ്ടേ നമുക്ക് സ്കിൻ ഇതാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര നേരം മിണ്ടാണ്ടിരുന്നേ. അപ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ സ്കിൻ ബ്രൈറ്റനും ആവും. സ്കിന്നിൽ നമ്മുടെ എന്താ പറയണ ചുളുക്കൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ശരിക്കും മാറും. ഇതിനു വേണ്ടിയല്ലേ നമ്മൾ ഈ ക്രീമുകളതും ഇതൊക്കെ മേടിക്കണം. അപ്പോൾ ഈ ക്രീമിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ആഴ്ചയിൽ 2 ദിവസം ഒന്ന് മെനക്കെട്ടാൽ മതി. നമ്മൾ നമ്മുടെ ചർമ്മം സുന്ദരമാക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മുട്ട ഫുള്ളായിട്ടിട്ടാലായിട്ടുള്ള ഗുണം കിട്ടുള്ളൂ. വൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ടൈറ്റ് ആവും. പക്ഷേ നമ്മൾ കറക്റ്റ് ആ ഇതിൽ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ നല്ല റിസൾട്ടായിരിക്കും.
രണ്ടിനും നല്ലതാണ്. നമ്മുടെ സ്കിൻ എന്താ പറയണ്ട, ഒരു പാക്കുമാണ്, നമുക്ക് ബ്രൈറ്റൻ ആകാൻ വേണ്ടി സഹായിക്കും. പിന്നെ നമുക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുട്ടയുടെ സ്മെല്ല് അത് കുറച്ച് സഹിക്കണം, അല്ലാണ്ട് വേറെ ഒരു പ്രശ്നവും ഇല്ല. ബാക്കിയെല്ലാം നല്ല അടിപൊളിയാണ്. മുട്ടയുടെ ഒരു സ്മെല്ല് ഒഴിച്ച് ബാക്കി ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ബദാം ഓയിൽ ഇടുമ്പോൾ ഒരു പരിധി വരെ കുറയും എന്ന് വിചാരിച്ചങ്ങ് എന്തായാലും മുട്ടയുടെ സ്മെല്ലുണ്ട് കുറച്ച്. ഇപ്പം കണ്ട നമ്മുടെ സ്കിന്ന് നല്ല അടിപൊളിയാവും, എന്ന് വെച്ചാൽ നല്ല കളറും കിട്ടും നമുക്ക്. പിന്നെ നമ്മുടെ ആഴ്ചയിൽ നമുക്ക് ഒരു മാസം തന്നെ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും, നിറച്ച് നമുക്ക് ഇങ്ങനെ ചുളുക്കും അതൊക്കെ ഉണ്ടാവില്ലേ, ലാസ്റ്റ് ലൈൻ അതൊക്കെ. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശരിക്കും പോകും. അപ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ക്രീമൊക്കെ മേടിച്ച് കാശ് കളയാണ്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളുണ്ട് തന്നെയൊക്കെ നമുക്ക് നല്ലതായിട്ട് നമ്മുടെ ചർമ്മം ഒരു പരിധി വരെ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് കമൻറ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ടാണ്. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ കുറച്ച് നമ്മുടെ വീട്ടുവിശേഷങ്ങളും കൂടി കാണിക്കുന്നുണ്ട്, നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ. അപ്പം ഞാനിന്ന് തോരൻ വെക്കാനാണ്. ഇത് ഒരു പാവക്ക തോരൻ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയ തേങ്ങ ആദ്യം തന്നെ അങ്ങോട്ട് ചിരണ്ടി വെക്കണേണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതൊക്കെ റെഡിയാക്കിയിട്ട് തേങ്ങ രണ്ടണയൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെ ആവശ്യത്തിനുള്ള തേങ്ങ ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ ചിരണ്ടി അങ്ങ് എടുത്ത് വെക്കും. പിന്നെ നമുക്കിന്നൊരു മീൻ കറി വെക്കണം. അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടെന്ന്. അപ്പം ഇന്നിപ്പം തലേ ദിവസം നമുക്ക് എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. എന്നാലും നമുക്ക് തീയലൊക്കെ ഇരിപ്പുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ. പിന്നെ ഒരു എന്താ പറയുക, വീട്ടിൽ തന്നെ ഞങ്ങളൊരു കൃഷി ചെറുതായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായി വരുന്നുണ്ട്. കുറച്ച് പച്ചമുളകും വഴുതനങ്ങയൊക്കെ റെഡിയായി വരുന്നുണ്ട്. പക്ഷേ ഇത് ഞങ്ങൾക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു വഴുതനങ്ങ തന്നായിരുന്നു. അപ്പം അതുകൊണ്ട് അപ്പം ഞാൻ തീയലൊക്കെ ഇന്നലെ വെച്ചിട്ടുണ്ട്. അപ്പം അതിരിപ്പുണ്ട്. പിന്നെ അതായത് നമുക്ക് ഞാനിപ്പോൾ ഇന്നൊരു മീൻകറിയാണ് വെക്കുന്നത്. അപ്പോൾ ഈ മീൻകറി ഞാൻ സവാളയൊക്കെ ഇട്ടാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്താ മീൻകറി സവാളയൊക്കെ ഇട്ട്. ഇത് വേറൊരു സൈസിലുള്ള വെക്കലാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ സവാളയും ഇഞ്ചിയും പച്ചമുളകും അപ്പോൾ അതൊക്കെ ഇട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ക്യാമറ വെച്ചപ്പോൾ അത് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോകുന്നു. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സവാളയൊക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അയില മീൻ കൊണ്ടാണ് വെക്കുന്നത്. പിന്നെ അതേ പാവക്കയൊക്കെ ഞാൻ രാവിലെ തന്നെ ഒക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ ഇട്ട് അങ്ങനെ തന്നെ. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ എന്ത് വെജിറ്റബിളാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് രാവിലെ തന്നെ ഞാനെടുത്ത് അങ്ങോട്ട് അതിലിട്ട് വെച്ചേക്കും. പിന്നെ നമുക്ക് ഇത് അരിയണ നേരത്തേക്കും അതിൻ്റെ വിഷമൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പച്ചമുളക് അതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ എല്ലാം റെഡിയാക്കി ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് ഒക്കെ വെച്ചിട്ട് നമ്മളൊരു ഉണക്ക ഒരു തുണിയിലൊക്കെ ഇട്ട് ഒക്കെ റെഡിയാക്കി വെക്കും. അപ്പോൾ എന്ന് വെച്ചാൽ പച്ചമുളകൊക്കെ പെട്ടെന്ന് നമുക്ക് ആവശ്യത്തിന് എടുക്കുമ്പം നമുക്ക് അന്നേരം കഴിയാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നേരത്തെയൊക്കെ റെഡിയാക്കി വെക്കും. അപ്പോൾ വെജിറ്റബിളൊക്കെ ആണെങ്കിൽ അന്ന് രാവിലെയൊക്കെ ശരിയാക്കുള്ളേ. അപ്പം ഞാൻ ദേ ആ മീൻകറി വെക്കാൻ പോവാണ്. അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായതാണ് കളഞ്ഞത്. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ സവാള എല്ലാം കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ തന്നെ സവാള ഇട്ട് കൊടുത്തിട്ട് വേണം പിന്നെ നമുക്ക് മസാലപ്പൊടി ഇടാൻ. അപ്പോൾ ഈ സവാള നന്നായിട്ട് നല്ലതായിട്ടൊന്ന് എന്ന് വെച്ചാൽ നല്ല ബ്രൗൺ കളറാവണം. എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രൗൺ കളറല്ല, ഒന്ന് അതിൻ്റെ കളർ മാറണ വരക്കും നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് വേണം മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സമയത്ത് എനിക്ക് വേറെ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് സിമ്മിലിട്ട് കൊടുത്തിട്ട് വേറെ ജോലിക്കൊക്കെ ഇങ്ങോട്ടൊക്കെ നടന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്ന് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടും.
അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക്, അല്ലെങ്കിൽ എല്ലാം കൂടി കിടന്നാകുമ്പോൾ എല്ലാത്തിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇതിൽ നമുക്ക് തക്കാളിയാട്ടോ ഇത് മെയിനായിട്ട് ഇടുന്നത്. അപ്പം തക്കാളി അല്ലെങ്കിൽ വിനാഗിരി അതാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ തക്കാളി ഇല്ല. അപ്പോൾ നല്ല പഴുത്ത തക്കാളി ഇടവും വേണം. അപ്പം ഞാൻ പിന്നെ ഇതിൽ വിനാഗിരിയാണ് ഒഴിച്ചത്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ സവാളയൊക്കെ മൂത്ത് എന്നിട്ട് ഞാൻ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ശകലം ഗരം മസാല ഇടും. പിന്നെ മെയിൻ ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ പെരിഞ്ജീരകം ചതച്ചിടണം. പെരിഞ്ജീരകം പൊടിയും ഇടരുത്, ഫ്രഷായിട്ട് അന്നേരം നല്ല പെരിഞ്ജീരകം ഒന്ന് ചതച്ചിട്ട് അതാണ് ഇതിലിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഇതൊക്കെ മൂത്ത്, അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തേങ്ങാപ്പാലിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ രണ്ടാം പാലിൽ ഇതൊഴിക്കണം. ഒഴിച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ മീനൊക്കെ പറക്കിയിടുക. അപ്പോൾ മീനൊക്കെ നേരത്തെയൊക്കെ ഞാൻ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ രണ്ടാം പാലാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ തക്കാളിയോ വിനാഗിരിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർക്കേണ്ടത്. എന്നിട്ട് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ മീനൊക്കെ പറക്കിയിടാം. അപ്പോൾ കുറച്ചും കൂടി വെള്ളം വേണമായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചത്. പിന്നെ ഇതിങ്ങനെ നമ്മൾ വറുത്തിട്ടും ഈ സെയിം ഇത് ചെയ്യും കേട്ടോ. ആദ്യം നമ്മൾ വെറുതെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് മീൻ നന്നായിട്ടല്ല ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കും. എന്നിട്ട് നമുക്ക് ഇതിലോട്ടിടാം. ഇതിപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കുറച്ച് ഞാൻ തക്കാളിക്ക് ഒരു വിനാഗിരിയാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് തന്നെ അതിൻ്റെ ഉപ്പൊക്കെ നമ്മൾ നോക്കണം. ഇതേ പെരിഞ്ജീരകം ചതച്ചത് അതും ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മീനൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏതുതരം മീൻ കൊണ്ടും നമുക്കിങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനപ്പോൾ അയില കൊണ്ടൊന്ന് എപ്പോഴും നമ്മൾ ഇവിടുത്തെ കോട്ടയം സ്റ്റൈലിലെ മുളക് കറി വെക്കുന്നു. അപ്പോൾ ഒന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചൊന്നിങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഇത് ഈ കറിയാണെങ്കിൽ നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കൂട്ടാൻ പറ്റിയൊരു കറിയും കൂടിയാണ്. ഒന്ന് തിളച്ചതിന് ശേഷം പിന്നെ നമുക്കൊന്ന് ചെറിയ തീയിൽ വേണം വേവിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമുക്കിനി ഒരു പാവക്ക തോരൻ വെക്കണം. അപ്പോൾ പാവയ്ക്ക ഞാൻ രാവിലെ പറഞ്ഞില്ല ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാണ്. അപ്പോൾ ഇനി ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഇവിടെ തോരൻ വെക്കാൻ ചെറുതാക്കി, എപ്പോഴും നമ്മൾ കൊത്തി അരിയണതാണ് ഏറ്റവും നല്ലത് തോരൻ വെക്കാനൊക്കെ. പിന്നെ ഞാൻ ഇത് എന്നെ മെഴുക്ക് പുരട്ടി വെക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ തോരനാണ് എടുത്തേക്കുന്നത്. മെഴുക്ക് പുരട്ടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ. അപ്പം നമ്മൾ തീരെ പൊടിയായിട്ട് അരിയില്ല, കുറച്ചും കൂടി വലുതാക്കി അരിഞ്ഞിട്ട് നമ്മൾ ചെറിയ ഉള്ളിയോ സവാള എന്തെങ്കിലും ഇട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് അതിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി ഇട്ട് കൊടുത്തിട്ട് അതിലോട്ടാണ് നമ്മുടെ പാവയ്ക്ക ഇട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ പാവയ്ക്കയുടെ കയ്പറിയില്ല. തക്കാളിയുടെ പുളിയും ഇതൊക്കെ കയറി നമ്മൾ ഉപ്പുമൊക്കെ കയറി വരുമ്പോൾ നമുക്ക് കയ്പൊട്ടും ഉണ്ടാവില്ല. അതാണ് നമുക്ക് ഈ പാവയ്ക്ക മെഴുക്ക് പുരട്ടി വെക്കുമ്പോൾ ഉള്ളത്. അപ്പം ഞാനിടയ്ക്ക് അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ തോരനാണ് വെക്കുന്നത്.
അപ്പോൾ ഈ പാവക്ക അധികം കയ്പ്പില്ലാത്ത പാവക്കയാണ്. നമ്മൾ വെള്ള പാവക്ക എടുക്കുമ്പോൾ നമുക്കറിയാം ഒട്ടും കയ്പ്പ് കാണത്തില്ല. അപ്പോൾ പിള്ളേരൊന്നും അത് കഴിക്കൂല കേട്ടോ ഈ പാവക്കയൊന്നും. ഞാനും ചേട്ടനും മാത്രമേ കഴിക്കുകയുള്ളൂ ഇപ്പം. അല്ലെങ്കിൽ അവരുള്ളപ്പം പാവക്കയൊക്കെ വളരെ റെയറായിട്ടേ വെക്കാറുള്ളൂ തന്നെ. എന്നുവെച്ചാൽ എല്ലാവർക്കും കൂടി കഴിക്കണതിന് കൂടുതൽ വെക്കത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മീനൊക്കെ ഇരിപ്പുണ്ട് വെട്ടാനായിട്ട്. ചാള കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് പൂച്ചക്കും കൂടിയാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് പൂച്ചക്ക് കൊണ്ടുവന്നതാണ്. അപ്പം ഞാനപ്പോൾ അതിൽ നിന്നൊരു 3-4 നമ്മൾ വറക്കാനായിട്ട് എടുത്ത് മാറ്റി വെക്കും. പിന്നെ അതുങ്ങൾക്ക് വേറെ പച്ചമീനാണ് ഇഷ്ടം. അപ്പോൾ രാവിലെ നല്ലതായിട്ട് ഇട്ട് കൊടുക്കും. പിന്നെ ഉച്ചക്കൊക്കെ നമ്മൾ ചോറാണെങ്കിൽ ചോറ്, പിന്നെ കുറച്ച് പാലൊക്കെ കൊടുക്കും. അപ്പോൾ അതേ ഇപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ ആദ്യത്തെ പാൽ അത് ഒഴിച്ചു കൊടുക്കണം. പിന്നെ 2-3 വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അധികം തിളക്കാൻ നിൽക്കണ്ട. ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കവിടെ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ പാവക്ക കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തോരൻ വെക്കാനായിട്ട്. അപ്പോൾ 2ാം പാൽ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ അധികം നേരം വെച്ചിട്ടിട്ട് തിളപ്പിക്കരുത്. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഓഫ് ചെയ്തേക്കണം. പിന്നെ നമുക്ക് ആ ചട്ടിയിലെ ചൂടിൽ തന്നെ ഇരുന്നുകൊണ്ടൊക്കെ റെഡിയാവും. അപ്പോൾ നമ്മുടെ പാവക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതേ മത്തി എപ്പോഴും പൂച്ചക്കൂടെ മത്തിയാണ് മേടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് എന്താ പറയുക, വലിയ മീൻ കൊടുക്കണേക്കാട്ടും നല്ലത് നമുക്ക് മത്തിയാകുമ്പോൾ മത്തി എടുത്തിട്ട് 2ആക്കി മുറിക്കും. എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലാക്കി വെക്കും. ഇപ്പം ഞങ്ങളിപ്പോൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ചെയ്ത് വെക്കും. ഒരു പാത്രത്തിലോട്ടെടുത്ത് ഇങ്ങനെ വെക്കും. എന്നിട്ട് എനിക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരു ആളുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ പേര് ഉഷ എന്നാണ്. അപ്പോൾ അത് വന്നിട്ട് എനിക്ക് താക്കോലൊക്കെ കൊടുത്തിട്ട് പോകും ഞങ്ങൾ. അപ്പോൾ പുള്ളിക്കാരി കയറി വന്ന് പൂച്ചക്ക് കൊടുക്കും, ആപ്പിളിനും ഫുഡൊക്കെ കൊടുക്കും. പാലും ഒക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പോകണം. അപ്പം എല്ലാം ഇവിടെ ഒന്ന് തിളപ്പിച്ച് കൊടുത്ത് ഒക്കെ അവർക്കൊക്കെ റെഡിയാക്കി കൊടുക്കും. അപ്പം നമ്മൾ വീട്ടിൽ നമ്മൾ പോകുമ്പം അവർക്കുള്ള മിണ്ടാപ്രാണികളല്ലേ, അപ്പോൾ അവർക്കുള്ളതും എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ അത് കാരണം അതിനൊന്നും ഒരിതും വരുത്തില്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് അവർക്കുള്ളത് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ എടുത്തടച്ചൊക്കെ വെക്കും. എന്നിട്ട് ഡെയിലി നമ്മൾ രാവിലെ ഇതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്തിട്ട് കൊടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം, ആരും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നാളെ കാണാം പുതിയ വീഡിയോ ആയിട്ട്.